ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് ചാപ്റ്റർ ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ്. അതിലെ പ്രധാനപ്പെട്ട സെക്ഷൻസ് ആണ് ഫ്യൂച്ചേഴ്സ് ഓഫ് അക്കാദമിക് റൈറ്റിംഗ്, ദ പ്രോസസ് ഓഫ് അക്കാദമിക് റൈറ്റിംഗ്, പർപ്പസ് ആൻഡ് ഓഡിയൻസ് ഇൻ അക്കാദമിക് റൈറ്റിംഗ്, ഓഡിയൻസ് അനാലിസിസ്, വോയിസ്, പ്രോസസ് ഓഫ് റൈറ്റിംഗ് അക്കാദമിക് എസ്സേസ്, ബ്രെയിൻ സ്റ്റോമിംഗ്, തീസിസ് സ്റ്റേറ്റ്മെന്റ്. ഇതാണ് ഇതിലെ ഈ ചാപ്റ്റേഴ്സിലെ പ്രധാനപ്പെട്ട സെക്ഷൻസ്. അത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് അക്കാദമിക് റൈറ്റിംഗ്, അതായത് അക്കാദമിക് എഴുത്തിന്റെ സവിശേഷതകൾ. ഇതിന്റെ സവിശേഷതകള് പ്രധാനമായിട്ടും മൂന്നെണ്ണാണ്. ഒന്ന് ഫോർമല്, ഒബ്ജക്റ്റീവ്, ടെക്നിക്കല്. അങ്ങനെ മൂന്നെണ്ണാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഒരു ഫോർമൽ എന്ന് പറഞ്ഞാല് എഴുത്തുകാരൻ വെറും സംഭാഷണ ശൈലിയും വാക്കുകളുടെ ചുരുക്കരൂപങ്ങളും മറ്റും ഉപയോഗിക്കരുത് എന്നാണ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്, അതായത് മലയാളത്തിൽ നിഷ്പക്ഷം എന്ന് പറയും. അതായത് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അതിന്റെ ടോൺ നിഷ്പക്ഷമാകണം എന്നർത്ഥം. സാങ്കേതികം എന്ന് പറയുമ്പോൾ, അതായത് സാങ്കേതികം എന്ന് പറയുന്നത് ടെക്നിക്കലാണ്. അനുയോജ്യമായ ശൈലിയും വിഷയത്തിന് ചേർന്ന വാക്കുകളും പ്രയോഗങ്ങളും മറ്റും ഉപയോഗിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. പലതരം എഴുത്തുകൾ പലതരത്തിലുള്ള പാരഗ്രാഫുകളാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു സയൻസ് പേപ്പറിലെ പാരഗ്രാഫ് ഹ്യൂമാനിറ്റീസിലെയോ സോഷ്യൽ സയൻസിലെയോ പാരഗ്രാഫുകളിൽ നിന്നും കുറെ വ്യത്യാസങ്ങളുള്ളതായിരിക്കും. ഹ്യൂമാനിറ്റീസിൽ പലപ്പോഴും ആർഗ്യുമെന്റേറ്റീവ് സ്റ്റൈലാണ് ഉപയോഗിക്കുക, അതായത് ദൈർഘ്യമേറിയ പാരഗ്രാഫുകളാണ് ഉണ്ടാവുക. പക്ഷെ സയൻസ് പേപ്പേഴ്സ് പൊതുവെ വിവരണങ്ങളായിരിക്കും നമുക്ക് തരിക. അതായത് ധാരാളം വിവരങ്ങൾ ഉണ്ടാവും, ധാരാളം വിവരങ്ങൾ അതിൽ അടങ്ങിയിരിക്കും. അതാണ് ഈ ഫീച്ചേഴ്സ് ഓഫ് അക്കാദമിക് റൈറ്റിംഗിൽ പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ദ പ്രോസസ് ഓഫ് അക്കാദമിക് റൈറ്റിംഗ്. അക്കാദമിക് എഴുത്തിന്റെ പ്രക്രിയ എന്താണ്? അതിലെ പ്രധാനപ്പെട്ടത് 3 പ്രക്രിയ, അതായത് പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ്, റിവൈസിംഗ്. അതായത് ഒരു വിദ്യാർത്ഥികളുടെ എഴുത്തില് ചില വ്യത്യസ്തതകളുണ്ട്. അക്കാദമിക് അസൈൻമെന്റ് കൊടുക്കുമ്പോൾ സാധാരണ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന് പ്രീ റൈറ്റിംഗ്, പിന്നെ റിവൈസിംഗ്. അതായത് നിങ്ങളോട് ഒരു ആർഗ്യുമെന്റേറ്റീവ് എസ്സേ എഴുതാൻ ആവശ്യപ്പെട്ടാല് കുറച്ച് സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യണം. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എന്തിനെ പറ്റിയാണ് എഴുതുവാൻ പോകുന്നത് എന്ന് അതായത് നമ്മൾ നിശ്ചയിക്കണം. അതായത് പ്രതിപാദ്യ വിഷയം തീരുമാനിച്ച് എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിച്ചെടുക്കണം. പിന്നെ ഇത് എഴുതുന്നതിന്റെ ഉദ്ദേശം എന്താണ്, ആരാണ് ഓഡിയൻസ് എന്നൊക്കെ ചിന്തിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, ആധികാരികമായ ഉറവിടങ്ങളിൽ നിന്നും അതായത് വിവരം ശേഖരിക്കണം. ഏതെല്ലാം പുസ്തകങ്ങളാണ് നോക്കേണ്ടത്, അവയിൽ നിന്ന് എന്തൊക്കെയാണ് കൊട്ടേഷൻ മാർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ്, പ്രധാന ആശയങ്ങൾ അവ അവതരിപ്പിക്കുന്ന വിധം പാരഗ്രാഫുകൾ എങ്ങനെയാണ് തിരിക്കേണ്ടത് എന്നെല്ലാം തീരുമാനിക്കുക. പിന്നെ ഫോർത്ത് സ്റ്റെപ്പാണ് സ്റ്റാർട്ട് റൈറ്റിംഗ്, അതായത് എഴുതി തുടങ്ങുക. അവസാന സ്റ്റെപ്പാണ് ഫൈനൽ ഡ്രാഫ്റ്റ് ശരിയാക്കിയെടുക്കുക. അങ്ങനെയുള്ള മൊത്തം 5 സ്റ്റെപ്പുകളോട് കൂടിയിട്ടുള്ള ഒരു 5 സ്റ്റെപ്പുകളാണ് ദ പ്രോസസ് ഓഫ് അക്കാദമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ദ പർപ്പസ് ആൻഡ് ഓഡിയൻസ് ഇൻ അക്കാദമിക് റൈറ്റിംഗ്. അക്കാദമിക് റൈറ്റിംഗില് ഉദ്ദേശവും ഓഡിയൻസും തമ്മിലുള്ള ബന്ധം. അതായത് ഉദ്ദേശം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് എഴുതുന്നത് എന്നാണ് അർത്ഥം. അക്കാദമിക് അസൈൻമെന്റുകളിൽ ഉദ്ദേശം വിദ്യാഭ്യാസപരമാണെങ്കിലും പലപ്പോഴും അവയ്ക്ക് സാമൂഹികവും തൊഴിൽപരവുമായിട്ടുള്ളതും ആയ ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. അതിനു പുറമെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ വായനക്കാരനെ പ്രേരിപ്പിക്കുക എന്നതാണ്.
നിങ്ങളുടെ എഴുത്ത് മറ്റുള്ളവരെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ളവരെ ആയിരിക്കണം. എന്നാൽ മാത്രമേ വായനക്കാരൻ നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങൾ പറയുന്ന ആശയങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുകയുള്ളൂ. പിന്നെ ഇതാണ് പർപ്പസ് ആൻഡ് ഓഡിയൻസ് ഇൻ അക്കാദമിക് റൈറ്റിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഓഡിയൻസ് അനാലിസിസ്. നിങ്ങളുടെ അതായത് ഓഡിയൻസ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ദൈനംദിന സംസാരങ്ങളിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത് ആരാണ് നിങ്ങളെ ശ്രവിക്കുന്നത് എന്നതിനെയാണ്. ഔപചാരികമായി എഴുത്ത് ഇതിൽ നിന്നും വിഭിന്നമല്ല. അതായത് നിങ്ങളുടെ ഓഡിയൻസിനെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരിക്കണം. അതിനായിട്ട് നിങ്ങളോട് തന്നെ സ്വയം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. അതായത് ഹൂ ആം ഐ റൈറ്റിംഗ് ടു, ഞാൻ ആർക്കാണ് എഴുതുന്നത്. നമ്മൾ എഴുതുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഹൂ ആം ഐ റൈറ്റിംഗ് ടു, ഞാൻ ആർക്കാണ് എഴുതുന്നത്. വൈ ഡു ഐ വാണ്ട് മൈ റീഡേഴ്സ് ടു നോ അബൌട്ട് ദ ടോപ്പിക്, ഈ വിഷയത്തെ പറ്റി വായനക്കാർ എന്തറിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വാട്ട് ഡു ഐ വാണ്ട് ദം ടു തിങ്ക് ഓഫ് ദ ടോപ്പിക്, ഈ വിഷയത്തെ പറ്റി അവർ എന്ത് ചിന്തിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. വാട്ട് ഡു മൈ റീഡേഴ്സ് നോ അബൌട്ട് മൈ ടോപ്പിക്, എന്റെ വായനക്കാർക്ക് ഈ വിഷയത്തെ പറ്റി എന്തറിയാം. ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ നമ്മൾ സ്വയം ചോദിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോളേജ് വർക്കിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ടീച്ചറാണ് നിങ്ങളുടെ ഓഡിയൻസ്. എന്നിരുന്നാലും നിങ്ങളുടെ ക്ലാസ്സിലെ മറ്റു കുട്ടികളെയോ നിങ്ങളുടെ സമപ്രായക്കാരെയോ വേറെ ചിലരെയോ നിങ്ങൾ എഴുതിയത് കാണിച്ചു കൊടുക്കാൻ ടീച്ചർ ആവശ്യപ്പെട്ടേക്കാം. നിങ്ങളുടെ വായനക്കാരുടെ വിദ്യാഭ്യാസ യോഗ്യത, അവരുടെ മുൻവിധികൾ, പ്രായം, അവർ ഏതു വർഗത്തിൽപ്പെട്ടവരാണെന്നോ ലിംഗത്തിൽപ്പെട്ടവരാണെന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എഴുത്തിനെ സ്വാധീനിച്ചേക്കാം. നിങ്ങളുടെ ഓഡിയൻസിനെ അനുസരിച്ച് അവരെ വിവരം അറിയിക്കാനോ നിങ്ങളുടെ നിലപാട് ന്യായീകരിക്കാനോ അവർക്ക് അറിവ് കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാനായോ ഒക്കെയായി നിങ്ങൾക്ക് എഴുതാം. ഒരു സെമിനാറിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഓഡിയൻസ് അത്ര എളുപ്പം വിഴുങ്ങിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങളും വസ്തുതകളും കണക്കുകളും ഉപയോഗിച്ച് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. അതാണ് ഈ ഓഡിയൻസ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ചൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് വോയിസ്, അതായത് ശരിയായ സ്വരം തിരഞ്ഞെടുക്കാന്ന്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു അക്കാദമിക് എഴുത്തില് നിങ്ങൾ ആരുടെ സ്വരത്തിലാണ് സംസാരിക്കുന്നത് അതാണ് അതിലെ പ്രധാന ഉദ്ദേശം. അതായത് ഉപയോഗിക്കേണ്ട സർവനാമങ്ങൾ ഏതൊക്കെയാണ്. അതായത് സാധാരണഗതിയിൽ ഞാൻ ചിന്തിക്കുന്നു, എന്റെ അഭിപ്രായത്തില്, ഞാൻ കണ്ടുപിടിച്ചു മുതലായ നമ്മൾ ഉപയോഗിക്കാറില്ല. അത് നിഷ്പക്ഷമായ ഒരു എഴുത്താണ് നമുക്ക് വേണ്ടത്. ഒരു സർവനാമം ഉപയോഗിക്കേണ്ടത് വരും. അതായത് ഒരു സർവനാമം ഉപയോഗിക്കേണ്ടി വരുമ്പോ അവർ എന്നുപയോഗിക്കുക. പക്ഷെ ചില ആത്മകഥകളിലും ചിന്തകൾ അടങ്ങിയിട്ടുള്ള എഴുത്തുകളിലും ഞാൻ, എന്റെ എന്നൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അവർ എന്നുപയോഗിക്കുന്നത് കൊണ്ട് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാന്ന് വെച്ചാല് അതൊരു വലിയ കൂട്ടം ഓഡിയൻസിനെയാണ് പ്രതിനിധാനം ചെയ്യുക. നിങ്ങളുടെ എഴുത്ത് അവർക്കും കൂടി പ്രയോജനകരമാണെന്ന് വരുത്തി തീർക്കും. ലിംഗപരമായും അതാണ് കൂടുതൽ നല്ലത്. അവൻ എന്നോ അല്ലെങ്കിൽ അവൾ എന്നോ പല പ്രാവശ്യം ഉപയോഗിക്കുന്നത് ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പിന്നെ നിഷ്പക്ഷമായ ടോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആധികാരികത നഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ സ്വരം കാണിക്കേണ്ടത് വിദ്യാസമ്പന്നതയും നല്ല അറിവും മേന്മയും നല്ല ചിന്താഗതികളും ആണ്.
ഈ ചൂസിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് വോയിസിൽ പ്രധാനപ്പെട്ട ഇതാണ്, ഇങ്ങനെയാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് അക്കാദമിക് എസ്സേസ്. അക്കാദമിക് എസ്സേകൾ എഴുതുന്നതിലെ പ്രക്രിയകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു എസ്സേ എന്ന് പറയുന്നത് 5 പാരഗ്രാഫുകളോട് കൂടിയിട്ടുള്ള ഒന്നാണ്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, പിന്നെ പാരഗ്രാഫ്, കൺക്ലൂഷൻ. ഈ പാരഗ്രാഫിൽ തന്നെ ബോഡി പാരഗ്രാഫ് 3 ഉണ്ടായും. ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2, ബോഡി പാരഗ്രാഫ് 3. അങ്ങനെയുള്ള 5 സ്റ്റെപ്പുള്ള ഒരു സംഭവമാണ് എസ്സേ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്താണ് പറയുന്നത്. ആദ്യത്തെ പാരഗ്രാഫാണ് ഈ ഇൻട്രൊഡക്ഷനിൽ ഉണ്ടാവുക. അതായത് ഒരു പാശ്ചാത്തല വിവരം നൽകും, വിഷയത്തെ അവതരിപ്പിക്കും, പ്രധാന ആശയത്തെ അല്പം വിശദീകരിക്കും, എസ്സേയുടെ ഏകദേശ രൂപത്തെ പറ്റിയുള്ള ഒരു ധാരണ നൽകും. അതാണ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്നത്. പിന്നെ ബോഡി പാരഗ്രാഫ് 1. പിന്നെയുള്ള പാരഗ്രാഫുകളാണ് ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2, ബോഡി പാരഗ്രാഫ് 3. അതിലെ ബോഡി പാരഗ്രാഫ് 1 പറയുന്നത് നമ്മൾ ആദ്യത്തെ സപ്പോർട്ടിംഗ് ഐഡിയ, ടോപ്പിക്, സെന്റൻസ് ആണ് ഇത് കൊടുക്കുന്നത്. അതായത് ആശയം വിശദീകരിക്കുക. പിന്നെ അതിൽ പറയുന്നത് അടുത്ത പാരഗ്രാഫുകളിലേക്കുള്ള ഒരു മാറ്റം സൂചിപ്പിക്കുക. അതാണ് ബോഡി പാരഗ്രാഫ് 1 ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ബോഡി പാരഗ്രാഫ് 2, ഇതും അതുപോലെ തന്നെയാണ്, ഒരു സപ്പോർട്ടിംഗ് ഐഡിയ ആണിത്. പിന്നെ ടോപ്പിക്, സെന്റൻസ്, സപ്പോർട്ടിംഗ് ഐഡിയാസ്, പിന്നെ അടുത്ത പാരഗ്രാഫിലേക്കുള്ള ഒരു മാറ്റം. നെക്സ്റ്റ് ബോഡി പാരഗ്രാഫ് 3, അതും ഒരു തേർഡ് സപ്പോർട്ടിംഗ് ഐഡിയ ആണ്. ഒരു 3ാമത്തെ സപ്പോർട്ടിംഗ് ഐഡിയ, അതിന്റെ വിശദീകരിച്ചിട്ടുള്ള വാചകങ്ങള്. ഇങ്ങനെ 3 ബോഡി പാരഗ്രാഫുകളും കഴിഞ്ഞു. പിന്നെ എസ്സേയിൽ ലാസ്റ്റ് വരുന്നതാണ് കൺക്ലൂഷൻ. ഇത് ലാസ്റ്റ് പാരഗ്രാഫ് ആയിരിക്കും. ആദ്യത്തെ പാരഗ്രാഫിലെ ആശയം വേറെ വാക്കുകളിൽ അവതരിപ്പിക്കുന്നു. സപ്പോർട്ടിംഗ് ആശയങ്ങൾ ചുരുക്കി പറയാം. അതൊരു അവസാനമായിട്ടുള്ള ഒരു ചിന്തയായിരിക്കും ഈ കൺക്ലൂഷനിൽ ഉണ്ടായിരിക്കുക. അങ്ങനെ എസ്സേ എഴുതാനുള്ള പ്രധാന സ്റ്റെപ്പുകളാണ് പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ്, റിവൈസിങ്. അതിലൊരു നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ടാണ് ഇത് പറയുന്നത്, സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് എസ്സേ. ഒരു എസ്സേ പ്ലാൻ ചെയ്യുന്നതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? അതിൽ പ്രധാനപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ്, റിവൈസിങ്. പ്രീ റൈറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷയത്തെ മനസ്സിലാക്കല്, അല്ലെങ്കിൽ ഉദ്ദേശം, ഓഡിയൻസിനെ പറ്റിയിട്ടുള്ള ചിന്ത, ബ്രെയിൻ സ്റ്റോമിങ്, ആശയങ്ങളെ ഓർഡറിൽ വരുത്തുക. അതാണ് പ്രീ റൈറ്റിംഗിൽ ഉദ്ദേശിക്കുന്നത്. അതായത് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുക, ഒരു രൂപരേഖ തയ്യാറാക്കുക, ഏതാണ് പ്രധാന ആശയം എന്ന് തീരുമാനിക്കുക. അതൊക്കെയാണ് പ്രീ റൈറ്റിംഗിൽ. എന്നാൽ റൈറ്റിംഗ് പ്രധാന ആശയങ്ങളും അനുബന്ധ ആശയങ്ങളും ലിസ്റ്റ് ചെയ്യാം. പിന്നെ ആദ്യത്തെ പാരഗ്രാഫും ബോഡി പാരഗ്രാഫും കൺക്ലൂഷനും ഒരു ഡ്രാഫ്റ്റ് ചെയ്യാം. അതായത് പിന്നെ നെക്സ്റ്റ് റിവൈസിങ്. തെറ്റുകൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ടോൺ, ഗ്രാമർ, സ്പെല്ലിംഗ്, പങ്ക്ച്വേഷൻ, റഫറൻസിങ് മുതലായവ ശരിയാണോ എന്നൊക്കെ ഒന്ന് നമ്മൾ റിവൈസ് ചെയ്യാം. ഇങ്ങനെയുള്ള 3 സ്റ്റെപ്സ് ആണ്. ഒന്ന് പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ്, റിവൈസിങ്. ഇതില് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്താണെന്ന്. അതായത് ഈ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത് സാധാരണ ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ആശയങ്ങൾ കൊണ്ടുവരലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളതിന്റെ പണി എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഇതെങ്ങനെയാണ് എന്തെന്ന് വെച്ചാല്, ഒരു കടലാസ് എടുക്കുക, അതിന്റെ നടുവിൽ ഒരു വിഷയം എഴുതിയിട്ട് ഒരു വട്ടം വരയ്ക്കുക, അതിൽ നിന്നും ആരോകൾ വരച്ച്
ആ വിഷയവുമായിട്ടുള്ള ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓർക്കുന്ന എല്ലാ വാക്കുകളും ആശയങ്ങളും അതിന് ചുറ്റും എഴുതാം. ഇവയെ പല ഭാഗങ്ങളായി തിരിച്ച് നമുക്ക് പാരഗ്രാഫിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബ്രെയിൻ സ്റ്റോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് തീസിസ് സ്റ്റേറ്റ്മെന്റ്. തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാല്, ഒരു തീസിസ് സ്റ്റേറ്റ്മെന്റ് ഒരു എസ്സേയുടെ നട്ടെല്ലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് എസ്സേയുടെ വിവിധ ഭാഗങ്ങൾ അതാണ് ചേർത്ത് പിടിക്കുന്നത്. എസ്സേ എന്തിനെ പറ്റിയാണെന്ന് അത് വായനക്കാരോട് പറയൂ. ആദ്യത്തെ പാരഗ്രാഫിൽ അത് എവിടെ വരണം എന്നുള്ളതിന് കൃത്യമായ ഒരു നിബന്ധനയൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ അത് ഹ്രസ്വമായിരിക്കണം, കൃത്യതയുള്ളതായിരിക്കണം. അതാണ് തീസിസ് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു തീസിസ് സ്റ്റേറ്റ്മെന്റ് എഴുത്തുകാരന്റെ നിലപാട് കാണിക്കുന്നു, എസ്സേയുടെ ടോണും ഉദ്ദേശവും അത് വ്യക്തമാക്കും. പിന്നെ വളരെ ഈ തീസിസ് സ്റ്റേറ്റ്മെന്റിൽ വളരെ കടുത്ത അഭിപ്രായങ്ങളും മറ്റും അങ്ങനെയൊന്നും പറയാതിരിക്കുക. അതാണ് തീസിസ് സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നോക്കേണ്ടത് ഓർഗനൈസിങ് ആൻഡ് ഔട്ട്ലൈനിങ് ആണ്. അത് നമുക്കൊന്ന് പറഞ്ഞേക്കാം. ഈ ഓർഗനൈസിങ് ആൻഡ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഒരു രൂപരേഖ തയ്യാറാക്കുക. അതിലെഴുത്തിലൊരു ലോജിക്കൽ ക്രമം കൊണ്ടുവരും. ആദ്യത്തെ പാരഗ്രാഫിലും 3 ബോഡി പാരഗ്രാഫിലും 5ാമത്തെ കൺക്ലൂഡിംഗ് പാരഗ്രാഫിലും എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, അതിൽ ബാക്ക്ഗ്രൗണ്ട്, എയിംസ്, തീസിസ് സ്റ്റേറ്റ്മെന്റ്, അതായത് അതിന്റെ ഉദ്ദേശം, തീസിസ് സ്റ്റേറ്റ്മെന്റ്, അതിന്റെ പശ്ചാത്തലം മൊത്തം ഉണ്ടായിരിക്കും ഇൻട്രൊഡക്ഷനിൽ. പാരഗ്രാഫ് 1 പോയിന്റ്സ്, ആശയങ്ങൾ. പിന്നെ ബോഡി പാരഗ്രാഫ് 2ലും പോയിന്റ്സ്, ബോഡി പാരഗ്രാഫ് 3ലും പോയിന്റ്സ്, കൺക്ലൂഷനില് കൺക്ലൂഡിംഗ് റിമാർക്സ്. അതാണ് ഓർഗനൈസിങ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ 3rd ചാപ്റ്റേഴ്സിന്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ജസ്റ്റ് ആ ബുക്ക് ഒന്ന് വായിക്കുക. താങ്ക് യു.